ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ അലാറം അടിച്ചു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഞാൻ പിന്നെയും കിടന്ന് ഉറങ്ങും കേട്ടോ. അത് ചിലപ്പോൾ 15 മിനിറ്റ് ആവും, 10 മിനിറ്റ് ആവും, അങ്ങനെ സമയം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ ഉറങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും അലാറം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. എന്തായാലും ഇന്ന് ഒരുപാട് ജോലികൾ തീർക്കാനുണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കിടക്കാതെ നേരെ എഴുന്നേറ്റു. അച്ഛനും മോനും നല്ല ഉറക്കാട്ടോ. രാത്രി ഉറങ്ങുമ്പോൾ ഇവൻ നിലത്താ കിടക്കുന്നെങ്കിലും എപ്പോഴോ, എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണോ, എപ്പോഴോ കയറി ഞങ്ങളുടെ നടുക്കങ്ങ് കിടന്നോളും. അപ്പോൾ അവർക്കൊന്നും കൂടെ പുതപ്പൊക്കെ പുതച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ ദാണ്ട അപ്പുക്കുട്ടൻ കിടന്ന ബെഡ് മടച്ച് വെക്കുകയാണ് കേട്ടോ. രാത്രി എന്ത് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ആക്കിയിടുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെല്ലാം ഒരു സൈഡിലോട്ട് അങ്ങ് മടക്കി ബെഡ്റൂമിൽ തന്നെ താഴെ അങ്ങ് വെച്ചേക്കും കേട്ടോ. ഈ ഒരു ബെഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. നിലത്ത് കിടന്ന് ഉറങ്ങാനാണെങ്കിലും നല്ല സുഖമാണ്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടല്ലോ ബെഡിൽ കിടക്കുന്നത് കുറവാണ്, കാരണം അമ്മയ്ക്കൊക്കെ ഇങ്ങനെ നടുവേദന എടുക്കും. അങ്ങനെയുള്ളപ്പോൾ ഇതുപോലൊരു നമ്മൾ ബെഡ് വാങ്ങിച്ചിട്ട് നിലത്ത് വിരിച്ച് അതിൽ കിടന്ന് കഴിയുമ്പോൾ ഒട്ടും നടുവേദനയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് എടുക്കില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ഞാൻ ദാണ്ട ബെഡ്ഷീറ്റും കംഫർട്ടും എല്ലാം മടക്കി ഒരു സൈഡിലോട്ട് അങ്ങ് ഒതുക്കി വെച്ചു. ഇന്നലെ കർക്കിടകത്തിൻ്റെ അവസാനത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ നല്ല പോലെ തൂത്ത് വാരി തുടച്ച് എല്ലാം വേണ്ടാത്തതൊക്കെ എടുത്ത് കളഞ്ഞ് കത്തിച്ച് കളയും കേട്ടോ. അതിനെന്തോ ഒരു പേര് പറയും, ആ പേര് അച്ചും മുച്ചും കളയും, അങ്ങനെ എന്തോ ആണ്. അങ്ങനെ അതുകൊണ്ട് അതെല്ലാം ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. 4 മണിക്ക് എഴുന്നേക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഒന്ന് എണീറ്റ് വന്നപ്പോഴത്തേന് കുറച്ചൊന്ന് താമസിച്ച് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 5 മണിയാകുമ്പോൾ വിളിക്കണം, സീച്ചേട്ടന് സൈക്കിൾ ഓട്ടാൻ പോകണമെന്ന്. അപ്പോഴത്തേനും ഞാൻ താണ്ട രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഇനി കുളിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനാവണമെന്ന് പറഞ്ഞുകൂടാ. ഭയങ്കര നടു ഇങ്ങനെ കഴയ്ക്കുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ നടുവേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ എനിക്കിങ്ങനെ നടു കഴിക്കുമ്പോൾ അറിയാം എനിക്കിത് അതിനാണോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. അപ്പം നേരെ ഇതാ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി കയറി കുളിച്ച് ഇങ്ങ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആ ഉറക്കപ്പിച്ചും കാര്യങ്ങളൊക്കെ പോയിട്ട് ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. കൊതുക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡായിട്ട് ഇങ്ങനെ ഫ്രണ്ട് വശത്ത് മാത്രം വച്ചതാട്ടോ. അത് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്തത്, എവിടെയാണ് ചെയ്തതെന്ന്. നമ്മുടെ കർട്ടൻ ചെയ്ത ചേട്ടൻ തന്നെയാട്ടോ ചെയ്തു തന്നത്. നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ തള്ളി തുറക്കുന്നതിനെക്കാട്ടി കുറച്ച് പൈസ കൂടുതലാണ് ഇങ്ങനെ സ്ലൈഡായിട്ട് ചെയ്യുന്നതിന്. പക്ഷേ കഴിഞ്ഞ ദിവസം അപ്പുക്കുട്ടൻ ചന്ദനത്തിരി കത്തിച്ചിട്ട് അതിൻ്റെ അകത്തൊരു ഊട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഊട്ട ഇട്ടുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇപ്പം ചില കൊതുകുകൾ അകത്തേക്ക് കറക്റ്റായിട്ട് കയറി വരുന്നുണ്ട്. ഈ ബാക്കിൽ സോഫയിൽ കിടക്കുന്നത് ഞാൻ ഇന്നലെ പോയിട്ട് വന്നിട്ട് ബാഗ് അവിടെ വെച്ചു. പിന്നെ അപ്പുക്കുട്ടൻ്റെ ബുക്സ് ആട്ടോ, അവനിങ്ങനെ ഹോംവർക്ക് അവിടെ ഇരുന്ന് എഴുതുന്നതാണ്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ പുറത്ത് വന്നിട്ട് ഞാനിങ്ങനെ പെരയ്ക്കകത്ത് എന്നും രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പുകയിടിപ്പിക്കുന്നല്ല, ഇതിനെന്തോ പറയും, അത് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ലുലുവിൽ പോകുമ്പോൾ അതിൻ്റെ സൈഡിൽ ഈ ഒരു കടയുണ്ട്. അതായത് നമ്മുടെ ലുലു ഡെയിലി കയറുന്നതിൻ്റെ സൈഡിൽ ആ വഴി കൂടെ പോകുമ്പോഴേ മണമാണ്. അപ്പോൾ നമുക്ക് എന്ത് മണമാണോ ഇഷ്ടം ആ മണം അവിടെ നിന്ന് വാങ്ങിക്കാം, നമുക്കിങ്ങനെ ട്രൈ ചെയ്യാം. എന്നിട്ട് അത് കത്തിക്കാനുള്ള സാധനവും എല്ലാം അവിടെ നിന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണമാണ്. നമ്മുടെ വീട്ടിലെ സാധനങ്ങളിലൊക്കെ ഈ ഒരു ചെറിയ മണം പിടിക്കും കേട്ടോ. എന്നിട്ട് അകത്തോട്ട് കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു ഓറയുണ്ടല്ലോ, അത് ഭയങ്കരമായിരിക്കും. അങ്ങനെ അപ്പോൾ ആദ്യം ഞാൻ അതിങ്ങനെ കത്തിച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതിങ്ങനെ തൂക്കി കൊടുത്താൽ നല്ല പുക വരും അതിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ മഴയൊക്കെ കുറവാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ മഴയില്ലാത്തതാണ് ഒരുപാട് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ വല്ലപ്പോഴും ഒക്കെ മഴ പെയ്യുന്നതാണ് നല്ലത്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവർക്കും പനി അസുഖങ്ങളൊക്കെ ആയിരിക്കും. ചൂടാവുമ്പോൾ ചൂട് സഹിച്ചാൽ മതിയല്ലോ എന്നാണ് കേട്ടോ ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ താണ്ട ഹോളിലും എല്ലാ റൂമിലും കൊണ്ടുവന്ന് ഇതുപോലെ ചുറ്റി നടക്കും കേട്ടോ. പ്രത്യേകിച്ച് അടുക്കളയിലൂടെ കൊണ്ട് നടക്കും. നമ്മൾ ഈ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ വറുത്തിട്ട് ആ ഒരു സ്മെല്ലുണ്ടെങ്കിൽ ആ സമയത്തും ഇങ്ങനെ ഒന്നത് പുകച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ലെല്ലാം മാറിക്കിട്ടുവേ. ലക്കിക്ക് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച തീറ്റയാട്ടോ അകത്ത് വെച്ചേക്കുന്നത്. ഇതിനി
ഈ കാറ്റ് കയറാതെ അടച്ചു വെക്കുന്ന ഒരു സ്റ്റീലിൻ്റെ വലിയ 10 കിലോയുടെ പാത്രം നമുക്ക് വാങ്ങണം. കാരണം ഇതിൻ്റെ അകത്ത് കൂടുതലുണ്ടായതുകൊണ്ട് ചെറിയ പാക്കറ്റ് അവിടെ ഇല്ലായിരുന്നു കേട്ടോ. നമ്മളതുകൊണ്ട് 10 കിലോയുടെ വലിയ പാക്കറ്റാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് അത് വെള്ളമൊന്നും തട്ടാതെ അങ്ങനെ ഇരിക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് സീച്ചറിൻ്റെ അടുത്ത് അകത്തോട്ട് വെച്ചതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ 10 കിലോയുടെ വലിയ പാത്രം നോക്കിയിട്ട് അപ്പോൾ കിട്ടിയില്ല. ഇനിയിപ്പോൾ ഓൺലൈനിൽ നിന്ന് നോക്കണമെന്ന് വിചാരിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് 1-ാം തീയതിയാണ് കേട്ടോ. ഞാൻ എല്ലായിടത്തും ഇങ്ങനെ പുക വന്നുകൊണ്ട് തന്നെ നല്ല മണം കേട്ടോ. വീട്ടില് ദോശമാവ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞാനാണെങ്കിൽ ഉണ്ടല്ലോ അരി തിളച്ച് ഇൻഡക്ഷൻ കുക്കറിന്റെ അകത്തോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ചൂട്. അപ്പൊ അതെടുത്ത് തിളപ്പിക്കാൻ വേണ്ടി അങ്ങ് പുറത്ത് വെക്കാം. ഞാൻ ഉണ്ടല്ലോ അരി തിളപ്പിക്കുമ്പോഴേ ഇതിന്റെ മുകളിലത്തെ അടപ്പ് മാറ്റി വെച്ചിട്ടേ തിളപ്പിക്കുള്ളൂ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാ ഉണ്ടല്ലോ ഇത് അഥവാ തിളച്ച് തൂകി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ അടുപ്പ് മൊത്തം ചിലപ്പോൾ തിളച്ച് തൂകും. ഇതാണെങ്കിൽ തിളച്ച് തൂകത്തില്ല. ഒന്ന് ഇതായി കഴിയുമ്പോൾ ഇനി ഞാൻ അടച്ചു വെച്ചിട്ട് ഊറ്റും. അപ്പം അരി റെഡിയായി. ദോശമാവ് എടുത്ത് പുറത്ത് വെച്ചു. ഇന്നലെ രാത്രിയിൽ വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത് ഒരു കുടിക്കാൻ പാകത്തിനായ ചൂടാവും, നമുക്ക് കുടിക്കാൻ പറ്റുന്നത്. മല്ലിവെള്ളമായിരുന്നു കേട്ടോ. അപ്പം അതും റെഡിയായി. അപ്പം ഇനി നമുക്ക് സാമ്പാറിനുള്ള കാര്യങ്ങൾ നോക്കാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചപ്പോഴാണ് സീച്ചേട്ടനാണെങ്കിൽ എന്നോട് 5 മണിക്ക് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ തവണയും അപ്പുക്കുട്ടനെ ആണെങ്കിലും സീച്ചേട്ടനെ ആണെങ്കിലും എന്നോട് 5 മണിക്ക് വിളിക്കണം എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ 5:30 6 മണിയായെന്നും പറഞ്ഞായിരിക്കും വിളിക്കുന്നത്. അതിപ്പോൾ അപ്പുക്കുട്ടനെ രാവിലെ സ്കൂളിൽ നിന്ന് വിളിക്കുമ്പോഴും അങ്ങനെ ആയിരിക്കും കേട്ടോ. 7 മണിയായെങ്കിൽ 7:30 എണീക്കെന്ന് പറഞ്ഞിട്ടായിരിക്കും ചെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സീച്ചേട്ടാ ഇത് ഞാൻ കള്ളം പറയുമല്ലോ സീച്ചേട്ടാ, ഇന്ന് ഞാൻ താമസിച്ചാണ് വിളിക്കുന്നത്, എഴുന്നേക്കെന്നും പറഞ്ഞ് ഏട്ടനെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു വിട്ട് കേട്ടോ. മുകളിലോട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോഴത്തേനും ഞാൻ വന്ന് ചൂട് ദോശ അങ്ങ് ചൂടുവാന്നേ. അപ്പൂനുള്ള ദോശയ്ക്കകത്ത് മാത്രം നിറയെ നെയ്യൊക്കെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഈ ഒരു പുതിയ ബ്രാസിൻ്റെ അപ്പച്ചട്ടിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇത് ഇളകി വരാൻ കുറച്ച് ടൈം എടുക്കുമായിരുന്നു. കാരണം ആദ്യമായിട്ട് നമ്മൾ ചുടുമ്പോൾ അതൊന്ന് മയങ്ങിയൊക്കെ വരണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇളകാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നത്. അപ്പൂനും സീച്ചേട്ടനുള്ള ദോശയെല്ലാം ചുട്ട് വെച്ചിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പെടുക്കുകയാണ് കേട്ടോ. ഇത് ഭയങ്കര ഉപകാരമാണ്. നമുക്ക് എന്താണോ വേണ്ടത് അതിലിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ അത് ആവശ്യത്തിന് വരും. എന്നിട്ട് അത് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വലിയ കടലയൊന്നും അതിൽ പറക്കിയിടരുത്. കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ പറക്കിയിടാവൂ. അതായത് ഉഴുന്ന്, നമ്മുടെ പച്ചപ്പയർ, ചുമന്ന പയർ, പരിപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലിടാവൂ കേട്ടോ. കുക്കറിൽ ഞാൻ എന്ത് വേവിക്കാൻ എടുത്താലും ഞാൻ അതിൻ്റെ അടപ്പ് ഇതുപോലെ അടഞ്ഞിരിപ്പുണ്ടോ എന്ന് ഞാൻ വെള്ളം ഒഴിച്ച് നോക്കും കേട്ടോ. കാരണം ഒരുപാടിടത്ത് ഇങ്ങനെ കുക്കറൊക്കെ പൊട്ടിത്തെറിക്കുമല്ലോ. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വീട്ടിലും ഇതുപോലെ കുക്കറൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മറക്കാതെ ഞാൻ ചെയ്തു നോക്കും. ദോശ ആദ്യം ചുട്ട് കഴിഞ്ഞ് ഇന്ന് സാമ്പാർ അടുപ്പത്തോട്ട് വെച്ചിട്ട് നേരെ പുറത്ത് വന്ന് സീച്ചേട്ടന് ടാറ്റ കൊടുക്കുകയാണ് കേട്ടോ. സൈക്കിൾ വിട്ടാൻ പോകാൻ നേരത്ത് നല്ല മടിയാണ്. കുന്തി തള്ളി നമ്മൾ വിട്ടാൽ മാത്രമേ ഇറങ്ങി പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ സീച്ചേട്ടൻ പോയി കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കുക്കറിൽ ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 വിസിലടിച്ച് കഴിയുമ്പോൾ അങ്ങ് നിൽക്കും. അങ്ങനെ പരിപ്പിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞ് അതിൻ്റെ കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് ഞാൻ എന്നിട്ടാട്ടോ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇത് ദിവസം ഉണ്ടാക്കുന്നതുകൊണ്ട് ഓരോന്നും എടുത്ത് എണ്ണയിൽ മെഴുക്ക് വരട്ടാനോ ഒന്നും നിൽക്കത്തില്ല. എല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ടങ്ങ് വാരി ഇട്ട് കൊടുക്കുകയേ ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ രാവിലെ ഉണ്ടല്ലോ, ഇന്നലെ രാവിലെ എനിക്ക് ശീലാമ്മ എല്ലാം അരിഞ്ഞ് പറക്കി തന്നിട്ട് പോയതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വാരി പറക്കി ഇട്ടാൽ മാത്രം മതിയായിരുന്നു.
എന്നിട്ട് ഈ കഷ്ണവും പരിപ്പും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിലോട്ട് കായപ്പൊടി ഇടും കേട്ടോ. എന്നാലേ അടുത്ത വിസിലടിക്കുമ്പോൾ ആ ഒരു മണം വീട് മൊത്തവും വരുള്ളൂ. അപ്പം ഞാൻ ദാണ്ടെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ പാകത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതങ്ങ് ഒരു വിസിലടിക്കാൻ വേണ്ടി അങ്ങ് വെച്ചേക്കണം. അപ്പോൾ അത് അടുപ്പത്തോട്ട് വെച്ചിട്ട് നേരെ റൂമിൽ ചെന്നിട്ട് അപ്പുക്കുട്ട എന്ന് വിളിക്കുന്നതിന് പകരം ഈ റൂമിലെ ഫാൻ അങ്ങ് ഓഫ് ചെയ്താൽ മതി. കുട്ടൻ തന്നെത്താനെ എഴുന്നേക്കും കേട്ടോ. കാരണം എപ്പോൾ കറണ്ട് പോയാലോ അല്ലെങ്കിൽ ഫാൻ ഓഫ് ചെയ്താലോ അപ്പുക്കുട്ടൻ കുഞ്ഞിലെ മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കണ്ണും തുറന്ന് അവൻ എഴുന്നേക്കും. ഫാൻ ഓഫ് ചെയ്തപ്പോഴേ ഞെരിപിരി കൊള്ളാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാനിങ്ങനെ അവനെ വിളിച്ചപ്പോൾ അവൻ്റെ കണ്ണ് രണ്ടും നല്ല ചുമന്നിരിക്കുന്നു, നല്ല ഉറക്കക്ഷീണമുള്ള പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം സ്കൂളുണ്ട്, പക്ഷേ എനിക്കിന്ന് അവനെ സ്കൂളിൽ വിടാൻ തോന്നിയില്ല. അവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നു, ഞാൻ ക്ലാസ്സിൽ ചെന്നാലും ഞാനിരുന്ന് ഉറങ്ങും, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം വന്നേ. എങ്കിൽ പിന്നെ അവൻ ഉറങ്ങിക്കോട്ടെ, ഇന്ന് സ്കൂളിൽ പോകണ്ടെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അതിനിടയ്ക്ക് ഞാൻ സീച്ചേട്ടന് ദോശയും സാമ്പാറും ചമ്മന്തിയും കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സീച്ചേട്ടൻ അത് കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഒരുങ്ങി. അപ്പുക്കുട്ടന് സ്കൂളിൽ നിന്ന് അവൻ മടി കാണിച്ചപ്പോൾ എനിക്കും അങ്ങ് മടി തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് മൊത്തത്തിൽ അമ്പലത്തിൽ പോകണം, അങ്ങനെ പലതും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷെ അവൻ മടി കാണിച്ചപ്പോഴത്തേനും എനിക്ക് മടിയായി. അല്ലെങ്കിലും എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ ഇറങ്ങാൻ നേരത്തെ ചേച്ചിയേട്ടൻ എന്തെങ്കിലുമൊക്കെ മറന്നു വെക്കാറുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്തു കൊടുത്തിട്ട് ഗേറ്റൊക്കെ അടച്ച് ഞാനാണെങ്കിൽ ഇന്ന് ശീലാമ്മയോട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി ഇന്ന് അമ്പലത്തിൽ പോകണമെന്നും ഒക്കെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ പിന്നെ അപ്പു പോകാത്തതുകൊണ്ട് ഞാനും ആ പ്ലാനെല്ലാം അങ്ങ് മാറ്റി. അവൻ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചു. പിന്നെ ദാണ്ട് ഇവിടെ കുറച്ച് ബില്ല് വീണ് കിടപ്പുണ്ടായിരുന്നേ, അതെല്ലാം കവറിലോട്ടൊക്കെ അങ്ങ് ആക്കി സെറ്റ് ചെയ്തങ്ങ് മാറ്റി. അപ്പോൾ രാവിലത്തെ ലക്കിക്കുട്ടൻ ഇന്ന് ആഹാരം രാവിലെ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു നേരം കേട്ടോ നമ്മൾ ഫുഡ് കൊടുക്കാറുള്ളത്. അപ്പോൾ രാവിലെ ഇന്ന് അവൻ്റെ ഫുഡും അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അവനും സന്തോഷമായിട്ട് ഇങ്ങനെ മലക്കി കിടന്നുറങ്ങും. ചില സമയത്തുള്ള ഇങ്ങനെ മലന്നൊക്കെ കിടന്നുറങ്ങുന്നതാണോ, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി വൈകുന്നേരം നമുക്കാണെങ്കിൽ സലൂൺ ഡിയാറില്ലേ ഞാൻ പോകുന്ന പാർലർ, അപ്പോൾ അവിടുത്തെ 10ാമത്തെ ആനിവേഴ്സറിയാണ്. അപ്പോൾ അവിടെ പോകണം. അപ്പുക്കുട്ടനാണെങ്കിൽ എഴുന്നേറ്റിട്ട് അവൻ താണ്ട സ്കൂളിൽ പോകാതെ കള്ളം കളിച്ച് സ്പൈഡർമാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലപ്പോഴും ഒക്കെ സ്കൂളിൽ പോകാതിരിക്കുന്നത് കുഴപ്പമില്ല, സാരമില്ല. പക്ഷേ ഇത് അപ്പുക്കുനെ കേൾക്കാൻ പറയാൻ പറ്റത്തില്ല, ശീലമാക്കിയാലോ. അപ്പോൾ പിന്നെ ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ ചെറിയ വ്ളോഗ്. ബാക്കി എൻ്റെ അപ്പുക്കുട്ടൻ മടി പിടിച്ച പോലെ അപ്പുക്കുട്ടൻ്റെ അമ്മയും മടി പിടിച്ച് ബാക്കിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്ന സാധനങ്ങളുടെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.